Hi students, നമ്മൾ forfeiture of shares at premium ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രോബ്ലം നമുക്ക് നോക്കണ്ടേ? എന്തിനാ വെറുതെ വെയിറ്റ് ചെയ്യണേ? നമുക്ക് നോക്കാം. ചോദ്യം വൃത്തിക്ക് വായിച്ചിട്ട് എന്താ അതെന്ന് മനസ്സിലായതെന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. കേട്ടോ? Sahil, a shareholder, failed to pay the money for second and final call of rupees 20 on 1000 shares issued to him at rupees 120, face value of rupees 100 per share. സാഹിൽ എന്ന് പറഞ്ഞ ഷെയർ ഹോൾഡർ അയാള് ഒരു പൈസ തരാൻ ഫെയിൽ ആയി. ഏതാ തരാൻ ഫെയിൽ ആയത്? സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എത്ര രൂപയാണ്? 20 രൂപ അയാളുടെ ഇത് കിട്ടിയില്ല. അയാൾ മൊത്തം എത്ര ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്? 1000 ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്? ഇഷ്യൂ ടു ഹിം അറ്റ് റുപ്പീസ് 120. 20 രൂപയുടെ ഷെയർ 120 കൊടുത്തു എന്നല്ല കേട്ടോ. 20 രൂപ കിട്ടിയിട്ടില്ല. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആണ് 20 രൂപ. അത് തന്നില്ല അയാള്. നമ്മൾ അയാൾക്ക് മൊത്തം ഒരു ഷെയറിന് കൊടുത്തിരിക്കുന്നത് 120 രൂപയ്ക്കാ. അപ്പൊ ഷെയറിന്റെ യഥാർത്ഥ വാല്യൂ എത്രയാ? ഇതവിടെ പറഞ്ഞിട്ടുണ്ട്. ഫേസ് വാല്യൂ എത്രയാ പറഞ്ഞിരിക്കണേ? 100. 100 രൂപയുടെ ഒരു ഷെയറിനെ ഞാൻ സാഹിലിന് കൊടുത്തിരിക്കുന്നത് 120 രൂപയ്ക്കാ. അതില് അയാള് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ തന്നില്ല. അപ്പൊ 100 രൂപയുടെ ഷെയറിന് 120 രൂപയ്ക്ക് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൽ പ്രീമിയം ഉണ്ടോ എന്നല്ലേ അർത്ഥം? 20 രൂപ പ്രീമിയം ഉണ്ടോ എന്നല്ലേ അർത്ഥം? അപ്പൊ സാർ അയാൾ തരാത്തത് പ്രീമിയം ആണോ? അല്ലല്ലോ. അയാൾ തരാത്ത എന്താണെന്ന് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആണ് അയാൾ തരാത്തത്. And his shares were forfeited after the second and final call. Second and final call ശേഷം അയാളുടെ ഷെയർ ക്യാൻസൽ ചെയ്തു. ഇതിനൊരു എൻട്രി എഴുതാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സർ പക്ഷെ അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് അതൊന്നും തന്നിട്ടില്ലല്ലോ, എന്താ ചെയ്യുക? തരണ്ട. എന്തിനു തരണം? സിമ്പിൾ കോമൺ സെൻസ് ആലോചിച്ചാൽ മതി. ഒരു ഷെയറിന്റെ യഥാർത്ഥ വാല്യൂ എത്രയാ? 100 രൂപ. എത്ര രൂപയ്ക്കാ കൊടുക്കണത്? പ്ലസ് എക്സ്ട്രാ 20 റുപ്പി വാങ്ങിച്ചിട്ട് 120 രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം. ഇതിൽ അയാൾ തരാത്തത്, അപ്പോ അതിനർത്ഥം അയാൾ തരാത്തത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആണ് അയാൾ തരാത്തത്. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആണ് അയാൾ തരാത്തത്. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 20 രൂപയാണ് അയാൾ തരാത്തത്. അപ്പൊ അതിനർത്ഥം അയാൾ അപ്ലിക്കേഷൻ തന്നു, അലോട്ട്മെന്റ് തന്നു. പൊതുവെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ കൂടെ ആയിരിക്കുമല്ലോ പ്രീമിയം. അപ്പൊ അലോട്ട്മെന്റ് തന്നാ പ്രീമിയം ഒന്നും ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ എന്താ പറഞ്ഞു തന്നിരിക്കണേ? ഒരാളുടെ കയ്യിൽ നിന്ന് പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻട്രിയിലും പ്രീമിയം വരരുത്, എമൗണ്ടിലും പ്രീമിയം വരരുത്. ഒരാളുടെ കയ്യിൽ നിന്ന് പ്രീമിയം കിട്ടിയിട്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ജേർണൽ എൻട്രിയിലും പ്രീമിയം വരാൻ പാടില്ല, എമൗണ്ടിലും പ്രീമിയം ഒരിക്കലും വരാൻ പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞു തന്നിരിക്കണേ. അപ്പൊ പ്രീമിയത്തിനെ പാടെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യാം. അപ്പൊ ഒരു ഷെയറിന്റെ വില 100 രൂപ, അതിൽ 20 രൂപ അയാൾ തന്നില്ല. ബാക്കി അപ്പൊ എത്ര രൂപ തന്നിട്ടുണ്ട്? നമുക്ക് 80 രൂപ തന്നിട്ടുണ്ട്. കിട്ടിയതാണ് ക്യാൻസൽ ചെയ്യുക, കിട്ടിയതാണ് 80 രൂപ. ഇതിന് ജേർണൽ എൻട്രി എങ്ങനെ എഴുതും? ആദ്യം നോക്കിക്കോ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഫുൾ ജേർണൽ എൻട്രി ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒരാളുടെ കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അയാളുടെ ക്യാൻസലേഷൻ എൻട്രി മാത്രം കൊടുത്താൽ മതി. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. മൊത്തം എത്ര ഷെയറാ വാങ്ങിച്ചിരിക്കണേ? 1000 ഷെയർ. ഫുള്ളും വിളിച്ചു. അതെങ്ങനെ സാർ ഫുള്ളും വിളിച്ചു? കാരണം സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അല്ലേ തരാത്ത. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ തന്നില്ല പറഞ്ഞാൽ ഫുള്ളും വിളിച്ചാലേ അറിയുള്ളൂ അയാൾ തരുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. സോ 1000 × 100 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. അതിൽ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയതിനെ ക്യാൻസൽ ചെയ്യും. എന്താണ്? കിട്ടിയതിനെ ക്യാൻസൽ ചെയ്യും. എന്താ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക? 100 രൂപയിൽ 20 രൂപ തന്നില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കരുത് 120 രൂപയിൽ 20 രൂപ തന്നില്ല എന്നല്ല. 100 ആണ് ഒറിജിനൽ വാല്യൂ, അതിൽ 20 രൂപ കിട്ടിയില്ല. 20 രൂപ എന്താണ്? സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും, അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവും, ഫസ്റ്റ് കോൾ കിട്ടിയിട്ടുണ്ടാവും. അലോട്ട്മെന്റ് കിട്ടിയാൽ അതിന്റെ കൂടെ പ്രീമിയം കിട്ടിയിട്ടുണ്ടാവും. പ്രീമിയം കിട്ടിയ എൻട്രിയിൽ കാണിക്കരുത്, എമൗണ്ടിലും കാണിക്കരുത്. ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു തന്നത് ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ. forfeiture of share at പ്രീമിയത്തിന്റെ ക്ലാസ്സിൽ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ പിന്നെ എന്തിനു പ്രീമിയം എടുക്കണം? പ്രീമിയത്തിനെ പാടെ ഒഴിവാക്കുക. അപ്പൊ 100 രൂപയിൽ 20 രൂപ കിട്ടിയില്ല, ബാക്കി 80 രൂപ കിട്ടി. കിട്ടിയതിനെ ക്യാൻസൽ ചെയ്യാം. 1000 × 80. 1000 × 80 എന്താ വരിക? 80,000. 1000 × 80 80,000. അടുത്തത് ടു ഷെയർ എന്താണ്? ലൈക്ക് കിട്ടാത്ത എന്താണ്? സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. അപ്പൊ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ കിട്ടിയില്ല. 1000 ഷെയറിന്റെ 20 രൂപ, മൊത്തം 20,000 രൂപ കിട്ടിയില്ല. അപ്പൊ 1 ലക്ഷം കിട്ടണ്ട അവിടെ 80,000 കിട്ടി, ബാക്കി 20,000 കിട്ടിയില്ല. ഷെയർ ക്യാൻസലായി. ഇങ്ങനെ വേണം പഠിക്കാൻ. ഇത് forfeiture of share issued at premium but premium is received. പ്രീമിയം കിട്ടിയിട്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പൊ പ്രീമിയം കിട്ടാതെ ക്യാൻസൽ ചെയ്താലോ സാർ? വെയിറ്റ്, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യണ്ടേ? ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. താങ്ക് യു സോ മച്ച്.